ശ്രീ പഴകുളം മധു 8 മിനിറ്റ്. സർ, ഗവർണർ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തെയും നന്ദി പ്രമേയത്തെയും ഞാൻ ശക്തമായി പിന്തുണയ്ക്കുകയാണ്. സർ, കഴിഞ്ഞ 30 വർഷക്കാലത്തെ ചരിത്രം തിരുത്തി റാന്നിയിൽ ഒരു പുതിയ ചരിത്രം എഴുതിയ എന്നെ ഈ നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരുള്ള നന്ദിയും കടപ്പാടും ഞാൻ ആദ്യമേ രേഖപ്പെടുത്തുകയാണ്. സർ, ഈ നന്ദി പ്രമേയ പ്രസംഗം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നടക്കുന്ന ഇരുണ്ട യുഗത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് ഒരു പുതിയ കേരളത്തെ സൃഷ്ടിക്കാനുള്ള എല്ലാ ലക്ഷ്യവും മുന്നോട്ട് വെക്കുന്ന ഒരു നന്ദി പ്രമേയ പ്രസംഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ നന്ദി പ്രമേയ പ്രസംഗത്തെ ആരും എതിർക്കേണ്ടതായിട്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ സമീപനം നിരാശാജനകമാണ്. സാർ, ആദ്യ ദിവസം തന്നെ നമ്മുടെ ക്രിയാത്മക സഹകരണം SFIക്കാരെ കൊണ്ട് കാണിച്ചു. അവരെന്തിനാണ് ഈ സമരം ചെയ്യുന്നത് അവർക്ക് പോലും അറിയില്ല. സത്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഏതെങ്കിലും ആവശ്യമാണ് അവർ ഉന്നയിച്ചതെങ്കിൽ നമുക്കതിനെ അംഗീകരിക്കാമായിരുന്നു. സ്വന്തം നേതാക്കന്മാരുടെ കസേര സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് കേരളത്തിലെ വിപ്ലവ ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ എന്ന് കാണുമ്പോൾ നമുക്ക് ദയനീയത തോന്നുകയാണ്. ഒരു ധവളപത്രം വരുന്നുണ്ട്. ധവളപത്രം എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തേണ്ടെന്ന് ആരും പറയേണ്ട. 10 വർഷക്കാലത്തെ കെടുതികളുടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളായിരിക്കും സാർ ആ ധവളപത്രത്തിലൂടെ പുറത്തു വരാൻ പോകുന്നത്. മുണ്ട് മടക്കി കുത്തി കാണിച്ച് ശിവൻകുട്ടിയെ പോലെയുള്ള കഴിഞ്ഞ കാല മന്ത്രിമാരുടെ സ്ഥാനത്ത് കേരളത്തിലെ ജനങ്ങളുടെ പൊതുവികാരത്തെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു നല്ല ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വന്നത് നമുക്ക് വളരെ ആവേശം പകരുന്ന കാര്യങ്ങളാണ്. ഇവിടെ പ്രസംഗിച്ച ആൾക്കാർ പറഞ്ഞതുപോലെ പക്ഷാഘാതമല്ല, എണ്ണത്തോണിയിലെ വാദരോഗിയുടെ അവസ്ഥയാണ് 10 വർഷം ഭരിച്ച ഒരു മുന്നണിക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. BJPയും കുറവല്ല സർ. BJP ആദ്യം സർക്കാർ വരുന്നതിന് മുമ്പ് തന്നെ സൗജന്യ ബസ് യാത്ര കൊടുക്കണമെന്ന് പറഞ്ഞ് അംഗസംഖ്യ കുറവാണെങ്കിലും അവരും ഒരു ബഹളമൊക്കെ ഇവിടെ ഉണ്ടാക്കി. അപ്പോൾ രണ്ടു കൂട്ടരുടെയും സമീപനം വളരെ മോശമായിരിക്കും എന്ന് നമുക്ക് പറയാം. ഇവർ രണ്ടുപേരും പ്രത്യേകിച്ച് CPMകാർ പാസ്റ്റ് ഗ്ലോറിയിലാണ്. ക്ലീശ വാക്കുകളുടെ പ്രസംഗം മാത്രമാണ് ഇവിടെ നടക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തോട് ഇവർ അത് പരിശോധന പോലും നടത്തിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. BJP നേതാക്കന്മാർ അവരുടെ പാർലമെന്ററി പാർട്ടി നേതാവിനെ എടുക്കാൻ പോലും കഴിയാതെ ഏറ്റവും ജൂനിയറായ ആൾക്കാരെ അവസാനം എടുക്കേണ്ട സ്ഥിതിയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മുൻ മുഖ്യമന്ത്രിയോട് ഒരു സഹായം തേടി ഒരു സമവായം ഇടപെടൽ നടത്താത്തത്? നിങ്ങൾ എന്തുമാത്രം അദ്ദേഹത്തെ കഴിഞ്ഞ കാലങ്ങളിൽ സഹായിച്ചിട്ടുള്ള ആളാണ്. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ കഴിയണം. സാർ, കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാണ്. വീണഭൂവിൽ കുമാരനാശാൻ പാടിയ പോലെ ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നതൊരു രാജ്ഞിയെ കണക്കയെ നീ ശ്രീഭൂവിലസ്തര അസംശയം ഇന്ന് നിന്റെ യാഭൂതി ഞങ്ങ് പുനരുങ്ങു കിടപ്പതോർത്താൽ എന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇത് കൊടുത്തു വാങ്ങിയതാണ്, യാചിച്ചു വാങ്ങിയതാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ, ഇന്ത്യയിലെ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു കാലത്തും ഉണ്ടാകാത്ത ദയനീയതയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. പാർട്ടി മീറ്റിങ്ങുകളിൽ CPMന്റെ താഴെത്തട്ടിലുള്ള കമ്മിറ്റി മുതൽ മുകളിലോട്ട് ഉയരുന്ന വിമർശനം എന്താണ്? എന്തിനാണ് നിങ്ങൾ വീണ്ടും തുടരുന്നത് എന്ന് ഉന്നതനായ ഒരു നേതാവിനോട് ചോദിക്കുകയാണ്. പാർട്ടി സെക്രട്ടറിയെക്കുറിച്ച് അവിടെ പറയുന്ന ആക്ഷേപം കേട്ടാൽ സാർ ഞങ്ങൾ പോലും നാണിച്ചു പോവുകയാണ്. ഇതുപോലെ ഗതികെട്ടൊരവസ്ഥയിൽ എന്തിനാണ് സ്ഥാപിത താല്പര്യക്കാരുടെ അഴിഞ്ഞാടാൻ വിട്ടാൽ ജനതാല്പര്യം സംരക്ഷിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ജനങ്ങൾ സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം. സർ, 2ാം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ മോസ്കോയിൽ നടന്നപ്പോൾ ഇന്ത്യയിൽ നിന്നൊരു പ്രതിനിധി സംഘം അവിടേക്ക് പോയിരുന്നു. ലെനിൻ MN റോയിയോട് ചോദിച്ചു, എന്തിനാണ് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? അവിടെ ഗാന്ധി ഉണ്ടല്ലോ. അപ്പോൾ MN റോയ് പറഞ്ഞത് ആ ഗാന്ധി ഒരു ബൂർഷായാണ്, അദ്ദേഹത്തെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ്. അപ്പം മണ്ടത്തരം ഇന്നോ ഇന്നലെയോ പറ്റിയതല്ല. ഈ മണ്ടത്തരം പറ്റിയിട്ട് പതിറ്റാണ്ടുകളായി. അത് തിരുത്താനുള്ള ആർജവം നിങ്ങൾ കാണിക്കണം. എന്താണ് ബംഗാളിൽ സംഭവിച്ചത്? ബംഗാളിൽ നിങ്ങളുടെ പാർട്ടി ഇൻസൈഡറായ ജേർണലിസ്റ്റ് സൗർജ്യ ഭൗമിക്ക് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം KPCCയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ പ്രിയദർശിനി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിന്റെ പേര് ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്നാണ്. ബഹുമാനായ CG സുധാകരൻ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുകയാണ്, കേരളത്തിലെ കഴിഞ്ഞ 4-5 പതിറ്റാണ്ട് കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കിരാത വാഴ്ചകളെ കുറിച്ച് അങ്ങ് ഗാങ്സ്റ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതണം. ഇന്ന് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരിൽ അങ്ങയ്ക്ക് മാത്രമാണ് അതിന് അധികാരമുള്ളത്, ധാർമ്മികമായ ഉത്തരവാദിത്വമുള്ളത്. കാരണം അങ്ങ് വരുന്നത് ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നാണ്. ഇന്ന് രക്തസാക്ഷികളുടെ ഫണ്ട് മോഷിച്ചുകൊണ്ട് പോയ ആൾക്കാരെ, കണ്ണൂരിലെ ഗോവിന്ദൻകുട്ടി മാസ്റ്ററെ പോലെ ആൾക്കാരെ ജയിപ്പിച്ചു വിട്ട് ജനങ്ങൾ പകരം ചോദിച്ചത് നമ്മൾ കാണാതിരുന്നുകൂടാ. അതുകൊണ്ട് ബഹുമാനായ CG സുധാകരൻ അതിന് തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
ആ പുസ്തകത്തിൽ പറയുന്നു എങ്ങനെയാണ് ക്യാമ്പസുകൾ പിടിച്ചടക്കിയത്, എങ്ങനെയാണ് പാർട്ടി ഗ്രാമങ്ങൾ സൃഷ്ടിച്ചത്, എങ്ങനെയാണ് വോട്ടിംഗ് മെഷീനുകളിൽ കൃത്രിമം കാണിക്കുന്നത് എന്ന് ഗ്യാങ്സ്റ്റർ എന്ന പുസ്തകം പറയുന്നുണ്ട്. അത് കേരളത്തിൻ്റെ റിപ്ലിക്കയാണ്. കേരളത്തിൽ ഇത് തന്നെയാണ് കഴിഞ്ഞ 10 ആണ്ടുകളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ ഇനിയെങ്കിലും പാഠം പഠിക്കണം. സഹകരണ മേഖലയെക്കുറിച്ച് വാചാലമായ ഒരു മുൻ മന്ത്രി പറയുന്നത് കേട്ടു. അദ്ദേഹത്തോട് എനിക്ക് തൃശ്ശൂരിലെ ഒരു സഹകരണ ബാങ്കിനെ കുറിച്ചാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. എന്താണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ സഹകരണ മേഖലയിൽ നടന്നത്? എന്താണ് ഇവിടെ അഴിഞ്ഞാടിയത്? സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച ആർക്കെങ്കിലും പണം തിരികെ കിട്ടിയോ? സാർ, ശബരിമല പ്രശ്നം, വിശ്വാസികളായ ഹിന്ദു MLA-മാർ തെരഞ്ഞെടുക്കുന്ന ദേവസ്വം ബോർഡുകൾ ഉണ്ടായില്ലെങ്കിൽ ദൈവത്തെ ഭയമില്ലാത്തവർ ദേവസ്വം ബോർഡുകളെയും ക്ഷേത്രത്തെയും കൊള്ളയടിക്കും എന്നതിൻ്റെ ഏറ്റവും ദൃഷ്ടാന്തമാണ് ശബരിമല സംഭവം. ശബരിമല ക്ഷേത്രം നിലനിൽക്കുന്നത് എൻ്റെ മണ്ഡലമായ റാന്നിയിലാണ്. അവിടെ നിന്ന് കൊള്ളകളിൽ പ്രതികളായിട്ടുള്ളവരെല്ലാം ഗ്രീൻ ചാനലിലൂടെ പുറത്തുപോയി. അവരെല്ലാം തിരികെ ജയിലിലടയ്ക്കാനുള്ള ശക്തമായ തീരുമാനം ഈ ഗവൺമെൻറ് സ്വീകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പുനരന്വേഷണം വേണം. ഇപ്പോഴും വഴിപാടിന്റെ ഇനത്തിൽ കൈയിട്ട് വാഴുന്ന ആൾക്കാർ ശബരിമല ക്ഷേത്രത്തിൽ ഇപ്പോഴുമുണ്ട്. ദിവസം തോറും റാന്നിയിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ ദേവസ്വം ബോർഡിലെ വെള്ളാനകളെ പിടിച്ചു കെട്ടാൻ കഴിയില്ലെങ്കിൽ ആ ദേവസ്വം ബോർഡിനെ പിരിച്ചുവിടാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശ്രീ നവീൻ ബാബു എൻ്റെ ജില്ലയായ പത്തനംതിട്ട ജില്ലയിലെ ഒരു തീരാ ദുഃഖമാണ്. ആ നവീൻ ബാബു ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു, കമ്മ്യൂണിസ്റ്റായിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പോലും കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ സർക്കാർ ജീവനക്കാരനായി ഇവിടെ കഴിയാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ വേട്ടയാടിയെന്ന് മാത്രമല്ല, അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പെൺകുഞ്ഞിന് അതിരാവിലെ സ്വന്തം പിതാവിനെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ, സ്വന്തം ഭർത്താവിനെ സ്വീകരിക്കാൻ പോയ ഒരു സഹോദരി ശവശരീരം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു ദുരന്തമുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതിറ്റാണ്ടുകളായി കേരളത്തിൽ കൊണ്ടാടുന്ന അക്രമ രാഷ്ട്രീയത്തിൻ്റെ അവസാനത്തെ ഇര. ആ നവീൻ ബാബുവിൻ്റെ മരണം CBI അന്വേഷിക്കണമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പറഞ്ഞത് ഹർഷാരവത്തോടെയാണ് കേരളം ഏറ്റെടുത്തത്. ഇനി ഒരിക്കൽ പോലും ഒരു മനുഷ്യനും കേരളത്തിൽ ഈ ഗതി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ജനങ്ങൾ അതിലൂടെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് കേരളത്തിനൊരു മാറ്റം വേണം. എൻ്റെ റാന്നി നിയോജക മണ്ഡലം ഒരു മൂത്രപ്പുര പോലുമില്ലാത്തതാണ്. 30 വർഷക്കാലം ഇടതുപക്ഷ മുന്നണി ഭരിച്ച ഒരു അസംബ്ലി മണ്ഡലമാണ്. ഒരു ബസ് സ്റ്റാൻഡില്ല. ആ ബസ് സ്റ്റാൻഡിൽ അവിടുത്തെ നാട്ടുകാരുടെ ഒന്നാമത്തെ ആവശ്യം ഒരു കംഫർട്ട് സ്റ്റേഷൻ, ഒരു മൂത്രപ്പുര വേണമെന്നാണ്. എന്താണ് നിങ്ങൾ 10 വർഷക്കാലം കേരളത്തിൽ ചെയ്തത്? വിദ്യാഭ്യാസ മേഖലയിൽ, തൊഴിൽ മേഖലയിൽ, തൊഴിലാളി ചെറുപ്പക്കാരുടെ കാര്യത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അനുഭാവപൂർവമായ സമീപനം സ്വീകരിക്കാൻ കഴിഞ്ഞോ? 2018 പ്രളയത്തിൽ മുങ്ങിപ്പോയ ഒരു പട്ടണമാണ് റാന്നി. ആ റാന്നിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. കേരളത്തെ നാനാ വിഭാഗം ജനങ്ങളും ആഗ്രഹിച്ച ഭരണമാറ്റമാണത്. ഈ ഭരണമാറ്റം സ്വസ്ഥമായി മുൻപോട്ട് പോകാൻ നിങ്ങൾ അനുവദിക്കണം. ജനങ്ങളുടെ വിധി നിങ്ങൾ മാനിക്കണം എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. സാർ, എങ്കിൽ അവർ ഇനിയും പാഠം പഠിച്ചില്ലെങ്കിൽ എല്ലാവരും പോയില്ലേ? മനുഷ്യമുഖമുള്ള 1 or 2 മന്ത്രിമാരൊഴിച്ച് ബാക്കി എല്ലാവരും വീട്ടിലിരിക്കല്ലേ? അത് തിരിച്ചറിയാനുള്ള വിവേകം കാണിക്കണം. സാർ, എനിക്ക് മുമ്പ് പ്രസംഗിച്ച ആൾക്കാരെല്ലാം 4 മിനിറ്റ് കൂടുതൽ സാർ അങ്ങയുടെ ശിഷ്യനായി എനിക്ക് 1 മിനിറ്റുള്ളെങ്കിലും തരണം. സമയം കഴിച്ചിട്ടില്ല. അങ്ങയുടെ നേർ ശിഷ്യനാണ്. അതുകൊണ്ട് സ്വജനപക്ഷമാവെന്ന് ആരും പറയില്ല സാർ. അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പരിഷ്കാരത്തിനാണ് ഈ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെന്ന് ഈ പ്രസംഗം സൂചിപ്പിക്കുന്നുണ്ട്. അക്കാഡമിക് സിൻഡിക്കേറ്റ് ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾ വരുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ശക്തമായ തീരുമാനമെടുക്കണം. ടൂറിസം രംഗത്ത്, ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖല, ഈ 3 മേഖല മാത്രമാണ് കേരളത്തിന് പ്രതീക്ഷയുള്ളത്. ആ 3 മേഖലയെയും 10 വർഷക്കാലത്തെ കഴിഞ്ഞ ഗവൺമെന്റ് ഭരണം തകർത്തെറിഞ്ഞിരിക്കുകയാണ്. എല്ലാം കൂടെ കെട്ടിപ്പിടിക്കാനുള്ള ഒരു സമയമാണ് ഈ 5 വർഷക്കാലം. അതിന് ശക്തമായി മുൻപോട്ട് പോകാൻ ഈ ഗവൺമെന്റിനെ ശക്തമായി പിന്തുണയ്ക്കുകയും നന്ദി പ്രമേയത്തെ അനുകൂലിക്കുകയും ചെയ്തുകൊണ്ട് പ്രസംഗം